ആപ്കി അദാലത്തിൽ മോട്ടിവേഷണൽ സ്പീക്കർ സന്യാസി ഘോർ ഗോപാൽ ദാസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ താങ്കൾ കുറെ നേരമായി ജനങ്ങൾക്ക് പ്രേമം, സ്നേഹം, ലവ് ലൈഫ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ആരെങ്കിലും കാണുന്ന സമയത്ത് മനസ്സിനുള്ളിൽ ഡങ് 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 മണി വല്ലതും അടിച്ചോ? ഹായ് ഹായ്, ഇന്ന് രജത് സാർ എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഒരിടത്ത് ഒരു ഭ്രാന്താശുപത്രി ഉണ്ടായിരുന്നു. ആ ഭ്രാന്താശുപത്രിയുടെ അകത്തേക്ക് ഒരാൾ കടന്നുപോയി. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ഒരാൾ ഫാനിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നു. ആ തൂങ്ങി നിന്ന നിൽപ്പിൽ അയാൾ പറയുന്നു, ലൈല ലൈല എന്ന് വിളിച്ചു കൂവുന്നു. കുറച്ചു കഴിഞ്ഞ് അതേ വ്യക്തി തന്നെ ഓടി വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ഇത് ഭ്രാന്തന്മാരെ പോലെ ഓരോന്ന് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവൻ ലൈല എന്നൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ആ ലൈല വേറെ ആരുടെയോ കൂടെ പോയി ആ ആളെ കല്യാണം കഴിച്ചു. ആ നിമിഷം മുതൽ ഇവൻ ലൈലയും ഓർത്തുകൊണ്ട് ഫാനിൽ തൂങ്ങിക്കൊണ്ട് ലൈല ലൈല എന്ന് വിളിച്ചു കൂവുകയാണ്. അതും കഴിഞ്ഞ് ആ ആൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. മുന്നോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളും പറയുന്നുണ്ടായിരുന്നു ഫാനിൽ പിടിച്ചുകൊണ്ട് ലൈല ലൈല എന്ന്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇവൻ എന്താ പറ്റിയതെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇയാളാണ് ലൈലയെ കിട്ടിയതെന്ന്. ഇതുപോലെ ജോക്സൊക്കെ ഹാസ്യാത്മകമായിട്ട് പറയുന്നത് രസമാണ്. പക്ഷേ ബന്ധങ്ങൾ എന്നത് സ്നേഹമായാലും പ്രണയമായാലും ആ ഫീലിങ്സൊക്കെ യാഥാർത്ഥ്യം തന്നെയല്ലേ. പിന്നെ ഈ ഫീലിങ്സൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യം എൻ്റെ കാര്യത്തിൽ, അതായത് എനിക്കെപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിലും ഏതെങ്കിലും അനാമിക ഉണ്ടായിരുന്നു എന്ന്. പേര് നോക്കിക്കേ, അനാമിക എന്ന്. ഹോണസ്റ്റായിട്ട് പറയട്ടെ സാർ, ഞാൻ സത്യം പറയൂ സാർ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര അക്കാഡമിക് ആയിരുന്നു. ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്നവനാണ് ഞാൻ. അതുകൊണ്ട് പഠനം വളരെ പ്രധാനമായിരുന്നു. സ്വപ്നങ്ങളുണ്ടായിരുന്നു. दिल है छोटा सा छोटी सी आशा, मस्ती भरे मन की भोली सी आशा, चांद तारों को छूने की आशा, आसमानों में उड़ने की आशा. ആ ആശ എവിടെയാണെന്നാണ് ചോദിച്ചത്. എൻ്റെ അമ്മയുടെ പേര് ആശ എന്നാണ്. എവിടെയും പോയിട്ടില്ല. ഇപ്പോഴും വളരെ ഉത്സാഹത്തോടെ തന്നെയുണ്ട്. എൻ്റെ പുറകെ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും. എന്തൊരു ചോദ്യമാണ് ചോദിച്ചത്. എനിക്കും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഞാൻ സ്കൂൾ, കോളേജ്, പിന്നെ എഞ്ചിനീയറിങ്ങിന് വരെ പോയി. എല്ലാം എങ്ങനെയോ പാസ്സായി. എഞ്ചിനീയറിംഗ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അസൈൻമെൻറ്റിൽ തുടങ്ങിക്കൊണ്ട് പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. തുടക്കം മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ അത് അതിൻ്റെ പാട്ടിന് പോയി. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് HP-യുടെ ഓഫർ വന്നു. അവരുടെ കൂടെ ചേർന്നു. അങ്ങനെ അതിലൊരു 5-6 മാസം പോയി. അപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇൻസ്പിറേഷൻ വന്നു. ഒന്നിനും സമയം കിട്ടിയില്ല സർ. ഒരുപക്ഷെ സമയം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ കഥ വേറെ രീതിയിലായിരിക്കാണ്. താങ്കൾക്ക് സമയമില്ലായിരുന്നു, താങ്കൾ വേറെ ട്രാക്കിലേക്ക് മാറി, അവസാനം താങ്കൾ ഒരു സന്യാസിയായിട്ട് മാറേണ്ടി വന്നു. ഇപ്പൊ നല്ല പ്രശസ്തനായിരിക്കുകയാണ്, സ്റ്റൈലും മാറിയിരിക്കുകയാണ്. അതെ. ഇപ്പൊ താങ്കളെ ആരെങ്കിലും വന്ന് വിളിച്ചോ, വരൂ സന്യാസി റൂമിലേക്ക് പോവാന്ന്? ഈ ചോദ്യത്തിന് ഞാൻ കൈയടിക്കുന്നുണ്ട്. അല്ല, ആരെങ്കിലും താങ്കളോട് ചോദിച്ചു കാണില്ലേ താങ്കളുടെ പാട്ടും എന്റെ നൃത്തവും വെച്ചൊരു റീല് ചെയ്യാമെന്ന്? ഈ ചോദ്യത്തിന് ഞാൻ രജത് സാറിനൊരു കൈയടി കൊടുത്തേ മതിയാവും. വി ഷുഡ് ഗിവ് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. ആദ്യം എന്തേലും ആവട്ടെ എന്നുള്ള വിചാരമായിരുന്നു. ഇന്ന് പ്രശസ്തിയുണ്ട്, പിന്നെ സ്റ്റൈലുണ്ട്, #മോങ് സ്വാഗ് ഉണ്ട്, ഗ്ലാമറുണ്ട്. അപ്പോൾ ആരൊന്നും പറഞ്ഞില്ലേ വാ സന്യാസിയുടെ റൂമിലേക്ക് പോവാന്ന്. അതായത് ഞാനൊരു കാര്യം പഠിച്ചു. അതായത് ഏതൊരു സ്ത്രീ ആയാലും ഏതൊരു പുരുഷനായാലും ഏതൊരു മനുഷ്യനായാലും മറ്റൊരാളെപ്പറ്റി പല ഭാവനകളും ഉണ്ടാവുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്?
നിങ്ങളൊരു സന്യാസി ആണോ അല്ലയോ എന്നൊന്നും പ്രശ്നമല്ല. ശരി, താങ്കൾ പറയുന്ന ആ ഭാവന ആരാണ്? ഈയിടെയായിട്ട് നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ യുവാക്കളുടെ തിരക്കാണ് കൂടുതലുള്ളത്. കാരണം അവിടെയാണ് ശ്രദ്ധ, ഭക്തി, ജ്യോതി, പൂജ, ആരാധന, ശാന്തി ഇതൊക്കെ അവിടെയാണ് കിട്ടുക. അതുകൊണ്ട് യുവാക്കളുടെ എണ്ണം അവിടെ കൂടുകയാണ്. അതായത് ഏതെങ്കിലും ഒരു ആണിന്റെ മനസ്സിലോ അല്ലെങ്കിൽ പെണ്ണിന്റെ മനസ്സിലോ ഫീലിങ്സ് ഉണ്ടാവുക എന്നത്, അതായത് മറ്റൊരാളോടൊരു ആകർഷണം ഉണ്ടാവുന്നത് ഒരു തെറ്റായ കാര്യമാണോ? ഒരിക്കലും അല്ല. എനിക്കും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ബൈ ദ വേ, ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങളൊരു ഹൂക്സ് അല്ല, പക്ഷെ ഇതൊരു പോയിന്റാണ്. അതുപോലെയൊക്കെ വരും, പക്ഷെ ഞാനതിലൊന്നും ഒരു തെറ്റും കാണുന്നില്ല. അവരും മനുഷ്യരാണ്. ഈ ഫീലിങ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ഹോണസ്റ്റിയെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവൂ. അവരുള്ളത് ഓപ്പണായിട്ട് പറഞ്ഞു, ഒന്നും മനസ്സിൽ തന്നെ സൂക്ഷിച്ച് നടന്നില്ല. അവരുടെ മനസ്സിലുള്ളത് ഹോണസ്റ്റായിട്ട് പറഞ്ഞു. ഞാൻ ആ ഹോണസ്റ്റ് ഫീലിങ്സിനെ ഫോളോ ചെയ്യണോ വേണ്ടോ എന്നത് തീർച്ചയായും പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ ഒരു വ്യക്തി വന്നെന്നോട് പറഞ്ഞു. അവർ പറഞ്ഞത്, സാർ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ് സാർ, ഈ മാരേജ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വല്ല സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സൊല്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് സന്യാസി ആവണമെന്ന്. സോറി. ഇത് നോക്കിക്കേ, എന്തൊരു ചിരിയാണെന്ന്. ശരി, ഇതുവരെ താങ്കൾ ആരെയും പ്രേമിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. ഇനി ആരെങ്കിലും താങ്കളെ സ്നേഹിച്ചാൽ പോലും താങ്കൾ അത് മൈൻഡ് ചെയ്യില്ല. ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കെൻ്റെ അമ്മയോട് സ്നേഹമുണ്ട്, എനിക്കെൻ്റെ അച്ഛനോട് സ്നേഹമുണ്ട്. ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല എന്ന് എപ്പോഴാണ് പറഞ്ഞത്? എനിക്ക് സ്നേഹമില്ലെന്ന് എപ്പോഴാണ് പറഞ്ഞത്? സ്നേഹം എന്നാൽ ഒരു ആണിൻ്റെ പെണ്ണിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത് മാത്രമാണോ? ഇന്ന് സ്നേഹമെന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രണയമായിട്ടും പ്രേമമായിട്ടും ഒക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഓർമ്മ വരൂ, ആണിൻ്റെ പെണ്ണിൻ്റെ ഇടയിലുള്ള സ്നേഹം. എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹമുണ്ടായിരുന്നു, എൻ്റെ അച്ഛനോട് സ്നേഹമുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ സ്നേഹിച്ചു, ഞാൻ എൻ്റെ ഗുരുവിനെ സ്നേഹിച്ചു, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം ഇവരാണ് എന്നെ രൂപപ്പെടുത്തിയത്, ഇവിടെ വന്നിരിക്കുന്ന ഇവരാണ് എന്നെ ഉണ്ടാക്കിയത്. ഞാൻ ആ തരത്തിലുള്ളവനാണ്, ഈ തരത്തിലുള്ളവനാണ് എന്നൊക്കെ ഇവരാണ് പറയുന്നത്. ഇവരൊക്കെ എൻ്റെ ഫാനാവാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? ഞാൻ സ്നേഹിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ലവ് ഗുരുവായിട്ട് മാറിയത്, യുവാക്കളോട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്? അതായത് ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ, കല്യാണത്തിന് മുന്നേ വരെ Roses are red, the sky is blue. Roses are red, the sky is blue. You are my sweetheart, I love you. കല്യാണം കഴിഞ്ഞാ പിന്നെ Roses are dead, I am blue. Stop your nonsense or I'll kill you. Sorry. താങ്കൾ ഒരു വരനായില്ല, കുതിരമേളിൽ ആഘോഷമായിട്ട് വന്നില്ല, കല്യാണം കഴിച്ചില്ല. അപ്പോൾ യുവാക്കളോട് എങ്ങനെയാണ് കല്യാണത്തിനെ കുറിച്ച് താങ്കൾ സംസാരിക്കുന്നത്? ഈ ജന്മത്തിലാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്, പക്ഷേ കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ള വിശ്വാസം എനിക്കുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നിരിക്കാം. ആ അനുഭവങ്ങൾ മുഴുവനും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടാവാം. എന്തൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല, എനിക്ക് പോലും അതറിയില്ല. അതാണ് സത്യം. പെൺകുട്ടികളോട് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ മൊബൈലിൽ വെക്കാനും പറയുന്നു. അതുപോലെ യുവാക്കളോട് നിങ്ങളുടെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ വഴി നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടുമെന്ന് പറയുന്നു. ഞാൻ ഉറപ്പായിട്ടും ഇത് പറയാം. നിങ്ങളുടെ എത്ര പേരുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ട്? എല്ലാവർക്കും ഉണ്ടല്ലേ? നിങ്ങൾക്കൊക്കെ അതിൻ്റെ സൊല്യൂഷൻസ് വേണ്ടേ? നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എല്ലാവരും കയ്യിലെടുത്തേ. കല്യാണം കഴിഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഫോട്ടോ നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങളുടെ വാൾപേപ്പറാക്കി മാറ്റൂ. എല്ലാവരും സ്ക്രീൻ അങ്ങനെ ചെയ്യൂ. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ GF അങ്ങനെ ചെയ്യണം. എപ്പോൾ എന്ത് പ്രോബ്ലം വന്നാലും അത് തുറന്ന് ഇങ്ങനെ നോക്കുക. നിങ്ങളോട് നിങ്ങൾ തന്നെ പറയുക, ഇഫ് ഐ ഹാൻഡിൽ ദിസ്. I can handle any damn thing in life. ഇപ്പൊ നോക്കിക്കേ, രജത് സാറിന് നേരെ ഞാൻ ഈ കുറ്റാരോപണം ഉന്നയിക്കുകയാണ്. ഇദ്ദേഹം എപ്പോഴും ഗസ്റ്റുകൾക്ക് നേരെയല്ലേ ആരോപണം ഉന്നയിക്കാറ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിന് നേരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. മാഡം, എനിക്ക് അനുമതി കിട്ടുമോ? നിങ്ങൾ അനുമതി തരാമോ? ഇല്ലെന്നോ? ജഡ്ജി മാഡം എനിക്ക് അതിനുള്ള അനുമതി തരുന്നില്ല. നിങ്ങൾ ഇപ്പൊ ആ കൂട്ടിലാണുള്ളത്. ഞാൻ കൂട്ടിനകത്താണുള്ളതെന്നോ? ഞാനിവിടെ എന്റെ ഒരു ആശങ്ക അറിയിച്ചോട്ടെ. പറഞ്ഞോളൂ. അപ്പൊ ശരി, ഞാൻ എന്റെ ഒരു ആശങ്ക അറിയിക്കുകയാണ്. അതായത് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയാറുള്ള ജോക്സ് ഒക്കെ ഔട്ട് ഓഫ് കണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്.
അതായത് കോണ്ടെക്സ്റ്റിന് പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെപ്പോലെയുള്ള യുവാക്കൾ വന്ന് സെഷനിൽ ഇരിക്കുമ്പോൾ ഞാനൊരു ഡീപ്പായിട്ടുള്ള കാര്യം ഒരു ജോക്കും ഉപയോഗിക്കാതെ ചില്ല് ചെയ്യാതെ പറയുമ്പോൾ ആ കാര്യം എങ്ങനെ റീച്ച് ആകും? ആ ഡീപ്പായിട്ടുള്ള കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറക്കണം. ഹൃദയം തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ജോക്സും ചില്ലൗട്ടും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ തമാശകളുടെ കൂടെ തന്നെ കാര്യങ്ങളും മറ്റുള്ളവരുടെ മനസ്സിലെത്തുന്നു. അതുകൊണ്ട് ഈ ജോക്ക് പറയുന്നതും ചില്ല് ചെയ്യുന്നതും ഒക്കെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു തവണ അങ്ങനെ പറയും, ഒരു തവണ ഇങ്ങനെ പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ കാര്യം കൂടി ഞാൻ പറയട്ടെ. അതെന്റെ മനസ്സിൽ നിന്ന് വരികയാണ്. ഞാനത് ഇംഗ്ലീഷിൽ തന്നെ പറയാം. നെവർ ലാഫ് അറ്റ് സംബഡി, ലവ് വിത്ത് സംബഡി. ആരെയും നോക്കി ചിരിക്കാൻ പാടില്ല, ആരുടെയെങ്കിലും കൂടെ ഒന്നിച്ച് ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴൊക്കെ ചിരിച്ചാലും മറ്റുള്ളവരുടെ കൂടെ ഒന്നിച്ചാണ് ഞാൻ ചിരിക്കാറ്. ഞാൻ എന്നെ തന്നെ കളിയാക്കാറുണ്ട്. എന്നെ കളിയാക്കി ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. അതൊരിക്കലും എന്നെ സങ്കടപ്പെടുത്തുന്നില്ല. വെൻ ഐ ലാഫ് അറ്റ് ദം സേയിങ് മാരിഡ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്, അവരങ്ങനെയാണ്, ഇതൊക്കെ വെറും ജോക്സ് മാത്രമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞവരെ ബഹുമാനിക്കുന്നവനാണ്. എത്രമാത്രം ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നുവോ അത്ര തന്നെ ഞാൻ അവർക്ക് മര്യാദയും കൊടുക്കുന്നു. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ടും ഈ ജോക്സ് ഒക്കെ നമ്മുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓഡിയൻസിന് ഇപ്പൊ ചോദ്യം ചോദിക്കാം. താങ്കൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാവുണ്ടെങ്കിൽ ചോദിക്കാം. സർ, എന്റെ ചോദ്യം ഇതാണ്. താങ്കൾ മൂവിയൊക്കെ കാണാറുണ്ടോ? താങ്കളുടെ ഫേവറേറ്റ് ഹീറോയിനി ആരാണ്? हाय हाय എന്നെ ഈ കൂട്ടിനകത്ത് ഇരുത്തിയിട്ട് നിങ്ങളൊക്കെ ഒരു തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. ഇന്നിവൻ നമ്മുടെ കയ്യിൽ വന്ന് പെട്ടു. ഇവനെ ഇന്ന് വിടാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ സിനിമകൾ കാണാറുണ്ടോന്നോ? ഞാൻ ഉറപ്പായിട്ടും കാണാറുണ്ട്. ദിവസവും കാണാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഞാൻ OTT പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് എല്ലാ പടവും കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ബോളിവുഡിനകത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. ചില സമയം അവരുടെ പടങ്ങൾ പ്രൈവറ്റ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ആശ്രമത്തിലേക്കൊക്കെ അയക്കാറുണ്ട്. അപ്പം ഞാൻ കാണാറുണ്ട്. അത് റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണല്ലോ. ഞാൻ സിനിമ എന്നതിലുപരി എൻ്റെ സൗഹൃദത്തിന് വേണ്ടി ചില സമയം സിനിമകൾ കാണാറുണ്ട്. എൻ്റെ ടീം ചില സമയങ്ങളിൽ ചില സിനിമകൾ കാണാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ആ സിനിമകളൊക്കെ ഞാൻ ഉറപ്പായിട്ടും കാണാറുമുണ്ട്. ഹീറോയിൻ അതെ സർ, ഇദ്ദേഹം എന്നെ വെറുതെ വിടാൻ തോന്നില്ലല്ലോ. ഇദ്ദേഹം എന്നെ വിടുന്നേ ഇല്ല. അതായത് ഒരാളുടെ പേര്, അതായത് ഇവിടെ ഒരാളുടെ പേര് മാത്രം പറയുമ്പോൾ അതവരുടെ അഭിനയം, പിന്നെ അവരുടെ കഴിവ്, അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതുപോലെ ഒരുപാട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നിങ്ങളൊക്കെ അവരുടെ ലുക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അവർക്കുള്ളിലുള്ള കഴിവിനെയാണ്. അതാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അതുപോലെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ അവരെ അത്രയ്ക്കും ബഹുമാനിക്കുന്നു. അതുപോലെ അവരുടെ ആർട്ടിസ്ട്രി ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. താങ്കളുടെ ഉത്തരം എങ്ങനെയുണ്ടെന്ന് അറിയാവോ? जिंदगी जुल्फों की छां में गुजरने पाती तो होम लोन कौन लेता? അതെ അതെ അതെ. വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? താങ്കളുടെ ലൈഫിൽ താങ്കൾക്ക് ആരെങ്കിലും പേടിയുണ്ടോ? എനിക്ക് ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് ഇഷ്ടമായി. ഗിവ് എ റൗണ്ട് റൗണ്ട് ഓഫ് അപ്ലോസ് യുവർസെൽഫ്. വെരി ഇന്ററാക്റ്റീവ് ഓഡിയൻസ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓഡിയൻസ് ഐ ഹാവ് സീൻ ഇൻ ദ വേൾഡ്. But I say that everywhere I go. Just joking. നിങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നല്ലോ. അത് എനിക്കാരെങ്കിലും കണ്ടാൽ പേടി തോന്നുമോ എന്ന് ചോദിച്ചു. ഞാനൊരിക്കൽ USA പോയിരുന്നു. അവിടെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയായിരുന്നു താമസിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഗുരുജി സ്കൈ ഡൈവിംഗ് ചെയ്യുന്നോ എന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന്. അതും പറഞ്ഞ് ഞാനങ്ങ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നു. ഞാൻ 18,000 അടി മേലെ പോയിട്ട് താഴോട്ട് ചാടണം. അതായത് 18,000 അടി മേലെ പോയിട്ട് താഴോട്ട് ചാടണമെന്ന്. ക്യാൻ ഐ ഡു ഇറ്റ്? ക്യാൻ ഐ നോട്ട് ഡു ഇറ്റ്? എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ പാരച്യൂട്ട് ഓപ്പൺ ആയില്ലെങ്കിലോ? ഒരുപക്ഷെ പാരച്യൂട്ട് ഓപ്പൺ ആയില്ലെങ്കിലോ? പിന്നെന്ത് പറയാനാ, അതോടെ കഥ കഴിയും. ശേഷം ഞാൻ ഗൂഗിളിൽ നോക്കി, ഹൗ മെനി പീപ്പിൾ ഡൈ എവറി ഇയർ ഇൻ സ്കൈ ഡൈവിംഗ് ആക്സിഡന്റ്. ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. ഇത് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഓരോ വർഷവും 1000 മുതൽ 1500 പേര് വരെ മരിക്കുമെന്ന്, ആക്സിഡന്റിൽ മരണപ്പെടാറുണ്ട് എന്ന്. അതിനുശേഷം എൻ്റെ മൈൻഡ് പറഞ്ഞു, ഒരുപക്ഷെ ആ 1000-ൽ ഞാനും വരികയാണെങ്കിലോ? അതായത് 1000 പേരേ ഉണ്ടാവുകയുള്ളൂ, ഈ 5 am the 1001. ശേഷം എൻ്റെ ബുദ്ധി പറഞ്ഞു, നമ്മുടെ പുറകിലുണ്ടാവില്ലേ, നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സ്റ്റാഫായിട്ടുള്ളവർ കൂടെ വരില്ലേ,
അവരെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി. അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള അക്കാദമി ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി. അവിടെ നോക്കിയാൽ ഏകദേശം 20 വർഷങ്ങളായിട്ട് ഒരു ആക്സിഡന്റ് പോലും നടന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര വർഷമായിട്ട് ഒരു ആക്സിഡന്റ് പോലും നടന്നിട്ടില്ല, ഒരുപക്ഷെ നാളെ നടന്നാലോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസിനെ പറ്റി ചിന്തിക്കൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ലേ? അതായത് നാളെ നടക്കുകയാണെങ്കിൽ നടക്കാനുള്ളത് നടന്നേ തീരൂ. ഇനി ഞാനാണ് തീരുമാനിക്കേണ്ടത് ആക്സിഡന്റ് ആവാൻ വേണ്ടി അവിടെ പോകണോ അല്ല ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങണോ എന്നുള്ളത്. അതെന്റെ തീരുമാനം പോലെ ഇരിക്കും. കുറച്ചെങ്കിലും നമ്മൾ റിസ്ക് എടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പോയി. അവിടെ പോയപ്പോൾ നമ്മളൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കണോ അത്രേ, നമുക്ക് വല്ലതും സംഭവിച്ചാൽ നമ്മൾ മാത്രമാണ് ഉത്തരവാദിയെന്ന്. അങ്ങനെ ഞാനതിൽ സൈൻ ചെയ്തു. പ്ലെയിന് ടേക്ക് ഓഫ് ആയി. പ്ലെയിന് മേലെ പോയി. 18,000 ഫീറ്റ് എത്തിയപ്പോൾ കതവ് തുറന്നു. എന്റെ പുറകിലുണ്ടായിരുന്ന ആൾ എന്നെ ടൈ ചെയ്തു. പിന്നെ ഞാൻ താഴെ നോക്കിക്കൊണ്ടു നിന്നു. 18,000 അടി മേലെ നിന്നുകൊണ്ട് താഴോട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ നിങ്ങൾക്ക്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരൊക്കെ ഭയങ്കര വ്യക്തതയുള്ളവരാണ്. അദ്ദേഹം പറഞ്ഞു, അറ്റ് ദ കൗണ്ട് ഓഫ് 3 വി വിൽ ജംപ്. അദ്ദേഹം 1 എന്ന് പറഞ്ഞു, പിന്നെ 2 എന്ന് പറയുമ്പോഴേക്ക് എന്നെ തള്ളിയിട്ടു. കാരണം 3 പറയുകയാണെങ്കിൽ നമ്മൾ സൈഡിൽ പിടിച്ചങ്ങ് നിൽക്കും. അതുകൊണ്ട് 1, 2, 3 പറഞ്ഞില്ല. അറ്റ് ദ കൗണ്ട് ഓഫ് 2 തന്നെ താഴേക്ക് തള്ളിയിട്ടു. ഞാൻ ചാടിയപ്പോൾ ഒരു 15 സെക്കൻഡിലേക്ക് ഫ്രീ ഫോൾ ആയിരുന്നു. അത് ഭയങ്കര ലിബറേറ്റിംഗ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയോ? കാരണം ഒരു ഭാഗത്ത് എന്റെ ബ്ലോക്കേജ് ഉണ്ടായിരുന്നല്ലോ, അത് കാലിയായി. പേടി കാരണം. പിന്നെ പേടിയിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെങ്കിൽ മനസ്സുള്ള സ്ഥലത്ത് തന്നെ നമ്മുടെ ബുദ്ധിയും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ദാറ്റ്സ് ഹൗ ഐ ഡെൽറ്റ് വിത്ത് ഫിയർ.